Hello friends, Anus World മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യൻ അഡ്വാൻസ്ഡ് അക്കൗണ്ടിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫോമിൽ ഗാർണബസ് മുറ ആപ്ലിക്കബിൾ ആകുന്ന സമയത്തുള്ള അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റ് ഡിസ്കസ് ചെയ്യാനാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫോമിന്റെ അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പം ആരെങ്കിലും ക്ലാസ് കേൾക്കാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്റെ ക്ലാസ് കേൾക്കണം. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് ഇടുന്നതാണ്. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് നമുക്ക് ഗാർണർ വേഴ്സസ് മൊറ റൂൾ എന്താണെന്ന് മനസ്സിലാക്കാം. When a partner in a firm is unable to pay his debt and also he is said to be insolvent, then the loss of such partner shall be borne by the solvent partner in their capital ratio. എന്ന് വെച്ചാൽ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു ഫേമില് ഏതെങ്കിലും ഒരു പാർട്ണർ ഇൻസോൾവെന്റ് ആണ്, അതേപോലെ തന്നെ അയാൾക്ക് ഡെപ്റ്റ് പേ ചെയ്യാൻ പറ്റുന്നില്ല, ഫേമിനോടുള്ള അയാൾ ഇൻസോൾവെന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ആ ഫേമിൽ ബാക്കിയുള്ള സോൾവെന്റ് പാർട്ട്നേഴ്സ് അവരുടെ ക്യാപിറ്റൽ റേഷ്യോയില് ഡെറ്റ് പേ ചെയ്യുന്നതാണ് പറഞ്ഞത്. ആരുടെ? ആ ഇൻസോൾവെന്റ് പാർട്ട്ണറിന്റെ ഡെറ്റ്. അപ്പൊ നമുക്ക് ഇനി ഡീറ്റെയിൽ ആയിട്ട് ഒരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യുമ്പോൾ പറയാം. അതിന് മുന്നേ ഒരു 2-3 കാര്യങ്ങളും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഞാൻ ഓൾറെഡി പ്രോബ്ലം ഇവിടെ സോൾവ് ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ് പോലെ തന്നെ. നമുക്ക് ആ പ്രോബ്ലം ഡിസ്കസ് ചെയ്യുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ബിഫോർ വി ആർ എൻറ്ററിംഗ് ടു പ്രോബ്ലം ഒരു ഞാൻ പറഞ്ഞില്ല 2-3 കാര്യങ്ങളോട് പറഞ്ഞു തരാനുണ്ട്. അത് ഒന്നാമത്തെ കാര്യം നോൺ ആപ്ലിക്കബിലിറ്റി ഓഫ് ഗാർണർ വേഴ്സസ് മൊറ റൂൾ ആണ്. എപ്പോഴാണ് ഗാർണർ വേഴ്സസ് മൊറ റൂൾ ആപ്ലിക്കബിൾ അല്ലാത്തത്? when a partner in a firm is solvent but having a debit balance, then such partner doesn't require to bear the loss of the insolvent partner. എന്ന് വെച്ചാൽ ഡെബിറ്റ് ബാലൻസ് ഉള്ള ഒരു പാർട്ണർ ഈ ഇൻസോൾവെന്റ് പാർട്ണറിന്റെ ലോസ് സഹിക്കേണ്ട ആവശ്യമില്ല. In other words, only the partner who is solvent plus having a credit balance of their capital has to pay the debt of the insolvent partner. പിന്നെ പറയുന്ന കാര്യം, if all the partners in a firm is insolvent, അങ്ങനെയാണെങ്കിൽ ഗാർണർ വേഴ്സസ് മൊറ ആപ്ലിക്കബിൾ ആവില്ല. If there is any special agreement regarding the paying of the debt of insolvent partner, അങ്ങനെയാണെങ്കിൽ it shall be adjusted in accordance to that agreement ആണ്. ഇതൊക്കെയാണ് മെയിൻ ആയിട്ടും ഗാർണർ വേഴ്സസ് മൊറേനെ ആപ്ലിക്കബിൾ ആവുന്ന കേസസ് പറയുന്നത്. അപ്പൊ നമുക്കിനി പ്രോബ്ലത്തിലേക്ക് കടക്കാം. ഞാൻ ബാക്കി കാര്യങ്ങൾ നമുക്ക് അപ്പൊ ഡിസ്കസ് ചെയ്യാം. P, Q, R, and S has been carrying on business in the partnership, sharing profits and losses in the ratio 4:3:2:1. They decided to dissolve the partnership firm. Dissolution. Dissolution ആകുമ്പോൾ എന്താ നമുക്ക് ചെയ്യേണ്ടത്? We have to dismantle the balance sheet. For that purpose, we require a realization account നമ്മൾ പ്രിപ്പയർ ചെയ്യണം. പിന്നെ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഫോർ ദി പർപ്പസ് ഓഫ് എന്തിനു വേണ്ടിയിട്ടുള്ള പർപ്പസിന് വേണ്ടിയിട്ട്? പാർട്ണർക്ക് പേ ആണ്, നമ്മൾ പൈസ കൊടുക്കാനാണോ ഉള്ളത് കിട്ടാനുള്ളതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി. പിന്നെ ഫൈനൽ എല്ലാ അഡ്ജസ്റ്റ്മെന്റ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാഷ് പോകുന്നതും വരുന്നതൊക്കെ അറിയാൻ ക്യാഷ് അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യണം. നോർമൽ ഡിസ്ക്ലോഷർ കഴിഞ്ഞ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്ത ട്രീറ്റ്മെന്റ് തന്നെ. ഗാർണർ വേഴ്സസ് മൊറ ആപ്ലിക്കബിൾ ആണെങ്കിലും ആ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ട്രീറ്റ്മെന്റ് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? യൂസ് ചെയ്യേണ്ടത്. പിന്നെ അസറ്റ് റിയലൈസ് ചെയ്യുന്നു, കാശ് കിട്ടുന്നു, കാശ് കിട്ടുമ്പോഴുള്ള എൻട്രി ഇടുക. എക്സ്പെൻസ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ് പേ ചെയ്യുമ്പോൾ എൻട്രി. ഫെർദർ ക്രെഡിറ്റർ 18,000. ഫെർദർ ക്രെഡിറ്റർ 18,000 എന്ന് പറയുമ്പോൾ ഓൾറെഡി നമുക്ക് 36,000 ക്രെഡിറ്റർ ഉണ്ട്, പ്ലസ് ഒരു 18,000 എന്ന് വെച്ചാൽ 54,000 ആണ് ടോട്ടൽ ക്രെഡിറ്റർ നമ്മൾ പേ ചെയ്യുന്നത്. നമ്മുടെ കയ്യിൽ നിന്ന് കാശ് പോകുന്നത് ക്രെഡിറ്റേഴ്സിന് എത്രയാണ്? 54,000 ആണ്. പിന്നെ ആർ ബിക്കം ആൻ ഇൻസോൾവെന്റ് ആൻഡ് നത്തിങ് ഹാസ് ബീൻ റിയലൈസ്ഡ് ഫ്രം ഹിസ് പ്രൈവറ്റ് അസറ്റ്. ഈ 4th അഡ്ജസ്റ്റ്മെന്റ് ആണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, apply the principles laid down by Garner vs. Murray. Prepare realization account, partners capital account and cash account ആണ്. ഈ ഒരു അഡ്ജസ്റ്റ്മെന്റ് വെച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ കഴിഞ്ഞ ക്ലാസ് ഡിസ്കസ് ചെയ്തത് തന്നെയാണ്. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ബാലൻസ് ഷീറ്റ് ഡിസ്മാൻഡിൽ ചെയ്യണം. പിന്നെ നമ്മൾ റിയലൈസേഷൻ അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസ് ഒക്കെ പാസ് ചെയ്യണം. അതാണ് ചെയ്യേണ്ടത്. ബിഫോർ ദാറ്റ് ഞാനൊരു കാര്യം പറയാം. ഇവിടെ നമുക്ക് 4 പാർട്ട്നേഴ്സ് ആണുള്ളത്, P, Q, R and S.
ഇതിനകത്ത് ആരൊക്കെയാണ് സോൾവെന്റ് പാർട്ട്ണർ, ആരൊക്കെയാണ് ഇൻസോൾവെന്റ് പാർട്ട്ണർ? പിയും ക്യൂവും സോൾവെന്റ് പാർട്ട്നേഴ്സ് ഹാവിംഗ് എ ക്രെഡിറ്റ് ബാലൻസ് ആണ്. ആർ എസ് is a solvent partner having a debit balance. R is declared as insolvent. അപ്പം in total P, Q, R are insolvent partner, whereas P, Q, S are solvent partners. R is insolvent partner. Okay. And നമ്മൾ പറഞ്ഞിരുന്നു നോൺ ആപ്ലിക്കബിലിറ്റിക്ക് നമ്മൾ പറഞ്ഞിരുന്നു a partner who is solvent having a debit balance. പാർട്ട്ണർ സോൾവെന്റ് ആണ്, ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ആറിന്റെ ലോസ് ഈ കേസില് എസ് ആറിന്റെ ലോസ് ബെയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, കാരണം എന്താ, എസ് ഇസ് എ പാർട്ട്ണർ സോൾവെന്റ് ബട്ട് ഹാവിംഗ് എ ഡെബിറ്റ് ബാലൻസ് ആണ്. അതുകൊണ്ട് നമുക്കിനി പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. അസറ്റ് സൈഡിലുള്ള ഐറ്റംസ് ഒക്കെ നമ്മൾ ക്ലോസ് ചെയ്യാൻ വേണ്ടി ടു ലാൻഡ്, എഫ് ടു ഫർണിച്ചർ ആൻഡ് ഫിറ്റിംഗ്സ്, സ്റ്റോക്ക്, ഡെറ്റേഴ്സ്. ഓക്കെ, ഈ യെല്ലോ അടിച്ചിരിക്കുന്ന ഫുൾ എന്താണ്, അസറ്റ് സൈഡിലുള്ള ഐറ്റംസ് നമ്മൾ ക്ലോസ് ചെയ്തതാണ്. പിന്നെ അസറ്റ് സൈഡിനകത്ത് നമ്മൾ ഡെബിറ്റ് ബാലൻസ് ഉള്ള പാർട്ട്നേഴ്സിന് റെക്കോർഡ് ചെയ്തത്. ടു ബാലൻസ് ബ്രോ ഡൗൺ എന്ന് പറഞ്ഞു R and S 25,000 and 18,000. ഇനി അസറ്റ് സൈഡിനകത്ത് ക്യാഷ് അക്കൗണ്ട് ഉണ്ട്, ക്യാഷ് നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ട് കാണിക്കില്ല എന്ന് പറഞ്ഞു. ടു ബാലൻസ് ബ്രോ ഡൗൺ എന്ന് പറഞ്ഞ ക്യാഷ് അക്കൗണ്ട് നമ്മൾ കാണിച്ചു. ക്യാഷ് അക്കൗണ്ടിൽ നമ്മൾ ക്യാഷ് ബാലൻസ് കാണിച്ചു. പിന്നെ ബൈ സൺട്രി ക്രെഡിറ്റർ, ബൈ മോർഗേജ് ലോൺ, രണ്ട് ലൈബിലിറ്റി ഐറ്റംസ് ബാലൻസ് ഷീറ്റ് ഉണ്ട്, അത് നമ്മൾ ഇവിടെ റെക്കോർഡ് ചെയ്തു. ബൈ ബാലൻസ് ബ്രോ ഡൗൺ എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് ബാലൻസ് ഉള്ള പിയുടെ ക്യൂവിന്റെ ബാലൻസ് നമ്മൾ ഇവിടെ റെക്കോർഡ് ചെയ്തു. ഇനി റിയലൈസേഷൻ ചെയ്യുന്നതാണ്. അസറ്റ് റിയലൈസ് ചെയ്യുന്നത് നമ്മൾ കണ്ടിരുന്നു ബൈ ക്യാഷ് എന്ന് പറഞ്ഞിട്ട്. ഇതാണ് അസറ്റ് റിയലൈസ് ചെയ്യുന്നതിന്റെ, ഇത് ഫുൾ അസറ്റ് റിയലൈസ് ചെയ്ത് നമുക്ക് കിട്ടിയ കാശാണ്. അപ്പൊ ബൈ ക്യാഷ് എന്ന് പറഞ്ഞ് അത് നമ്മൾ കാണിക്കും. ഇത് എക്സ്പെൻസ്. അപ്പൊ ടു ക്യാഷ് എന്ന് പറഞ്ഞാൽ നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിൽ കാണിക്കും. ഫർദർ ക്രെഡിറ്റർ പേ ചെയ്തിട്ടുണ്ട്, 36,000 രൂപ ഓൾറെഡി ഉള്ള ക്രെഡിറ്ററും ഉണ്ട്. ടു ക്യാഷ് എന്ന് പറഞ്ഞ റിയലൈസേഷൻ എക്സ്പെൻസ് ആണ്, നമ്മൾ റെക്കോർഡ് ചെയ്തു. ബൈ ക്യാഷ് എന്ന് പറഞ്ഞാൽ നമുക്ക് റിയലൈസേഷൻ ചെയ്ത് കിട്ടിയ അസറ്റിന്റെ എമൗണ്ട്. പിന്നെ ക്രെഡിറ്റർ, ബാലൻസ് ഷീറ്റിലുള്ള ക്രെഡിറ്റർ പ്ലസ് ഫർദർ ക്രെഡിറ്റർ, അത് നമ്മൾ റെക്കോർഡ് ചെയ്തു. പിന്നെ ബാലൻസ് ഷീറ്റിനകത്ത് ഒരു ഐറ്റം ഉണ്ടായിരുന്നു മോർഗേജ് ലോൺ. ക്വസ്റ്റ്യനില് സൈലന്റ് ആണ് മോർഗേജ് ലോൺ എന്താ ചെയ്തെന്നുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു, ഇഫ് ക്വസ്റ്റ്യൻ ഈസ് സൈലന്റ് അങ്ങനെയാണെങ്കിൽ ഫുൾ എമൗണ്ട് ഓഫ് മോർഗേജ് ലോൺ പേ ചെയ്തു എന്നാണ് നമ്മൾ കരുതേണ്ടത്. അപ്പം ടു ക്യാഷ് എന്ന് പറഞ്ഞ ഫുൾ എമൗണ്ട് ഓഫ് മോർഗേജ് ലോൺ നമ്മൾ കാണിച്ചു. ഈ എൻട്രീസ് ഫുള്ള് നമ്മൾ എന്ത് ചെയ്യണം, ഈ റെഡ് ഇട്ടിരിക്കുന്ന എൻട്രീസിനെല്ലാം കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ക്യാഷ് അക്കൗണ്ടിൽ കാണിക്കണം. അപ്പം ഇതാണ് ടു റിയലൈസേഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞ അസറ്റ് റിയലൈസ് ചെയ്തത് നമ്മൾ കാണിച്ചു. ബൈ റിയലൈസേഷൻ എന്ന് പറഞ്ഞ ക്രെഡിറ്റർ നമ്മൾ പേ ചെയ്തതും, അതേപോലെ തന്നെ റിയലൈസേഷൻ എക്സ്പെൻസ് ഇൻകർ ചെയ്തതും മോർഗേജ് ലോൺ പേ ചെയ്തതും നമ്മൾ കാണിച്ചു. ഓക്കെ, ഇതാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷനിലെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ആണ് ഇപ്പൊ ചെയ്തിരിക്കുന്നതൊക്കെ. പിന്നെ ക്വസ്റ്റ്യനകത്ത് യു ക്യാൻ സി ടു മോർ ഐറ്റംസ്, ദാറ്റ് ഈസ് ജനറൽ റിസർവ് ആൻഡ് ക്യാപിറ്റൽ റിസർവ് ഉണ്ട് ബാലൻസ് ഷീറ്റിൽ. അപ്പൊ അതും കൂടെ നമ്മൾ റെക്കോർഡ് ചെയ്യണം. ഹെൻസ് നമ്മൾ അത് രണ്ടും ബൈ ജനറൽ റിസർവ്, ബൈ ക്യാപിറ്റൽ റിസർവ് എന്ന് പറഞ്ഞ ബാലൻസ് ഷീറ്റിലുള്ള ഐറ്റംസ് നമ്മൾ റെക്കോർഡ് ചെയ്തു. ഇനി നമുക്ക് ഉള്ള അഡ്ജസ്റ്റ്മെന്റ്സ് ഫുള്ള് നമ്മുടെ ഗവർണർ പ്രോസസ് മുറ ആപ്ലിക്കബിൾ ആവുന്നതിനെ കുറിച്ചിട്ടുള്ളതാണ്. ഗവർണർ പ്രോസസ് മുറ ആപ്ലിക്കബിൾ ആയിട്ടുള്ള കേസിലാണെങ്കിലും ഓൾ ദി പാർട്ട്നേഴ്സ് ഇൻക്ലൂഡിംഗ് ഇൻസോൾവെന്റ് പാർട്ട്നേഴ്സിന് നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ, റിയലൈസേഷൻ ലോസ് ഇൻ ദിയർ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഷെയറിംഗ് റേഷ്യോയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കണം ഇൻ റിയലൈസേഷൻ അക്കൗണ്ടിൽ. അപ്പം റിയലൈസേഷൻ ലോസ് ആണെങ്കിലും പ്രോഫിറ്റ് ആണെങ്കിലും എല്ലാ പാർട്ട്നേഴ്സിനും ഇൻക്ലൂഡിംഗ് ഇൻസ്റ്റോൾമെന്റ് പാർട്ട്നേഴ്സിന് അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കണം എന്നാണ് പറഞ്ഞത്. അപ്പം ഈ ക്വസ്റ്റിനകത്ത് ഈ ട്രീറ്റ്മെന്റ് ഒക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മൾ എൻട്രി ഇട്ടതിന് ശേഷം നമുക്ക് റിയലൈസേഷൻ ലോസ് ആണ് കിട്ടിയിരിക്കുന്നത്.
that is this side minus this side. നമുക്ക് 1,300,000 rupeesന്റെ realization loss കിട്ടി. അപ്പൊ ഞാൻ പറഞ്ഞത് 4:3:2:1 ആണ് റേഷ്യോ. അപ്പൊ നമ്മൾ 4:3:2:1 എന്ന റേഷ്യോയിൽ 4 പാർട്ട്നേഴ്സിന് ഇൻക്ലൂഡിംഗ് ഇൻസോൾവെന്റ് പാർട്ട്നേഴ്സിന് റിയലൈസേഷൻ ലോസ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും. അത് 2 റിയലൈസേഷൻ ലോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ റെക്കോർഡ് ചെയ്യും. ഓക്കെ, നമ്മൾ റെക്കോർഡ് ചെയ്തു. ഇനി നമുക്ക് ഫസ്റ്റ് മനസ്സിലാക്കാനുള്ളത് ക്യാപിറ്റൽ റേഷ്യോയില് സോൾവെന്റ് പാർട്ട്നേഴ്സ് ഇൻസോൾവെന്റ് പാർട്ട്ണറിന്റെ ലോസ് പേ ചെയ്യണമെന്നാണ് പറഞ്ഞത്. ഇവിടെ ആരൊക്കെ സോൾവെന്റ് പാർട്ട്നേഴ്സ്? പി, ക്യു ആൻഡ് എസ് ആണ്. പക്ഷെ എസിനെ നമുക്ക് മാറ്റി നിർത്താം, കാരണം എസിന് ഡെബിറ്റ് ബാലൻസ് ആയതുകൊണ്ട് സോൾവെന്റ് പാർട്ട്ണർ ആണെങ്കിലും അയാൾ ആറിന്റെ പൈസ കൊടുക്കില്ല. അപ്പൊ നമുക്ക് എസിനെ മാറ്റി നിർത്താം. പിയും ക്യൂ ആണ് പാർട്ട്നേഴ്സ്. ഫസ്റ്റ് നമ്മള് ക്യാപിറ്റൽ റേഷ്യോ കണ്ടുപിടിക്കണം. പിന്നെ എത്രയാണ് ആറിന്റെ ലോസ് എന്ന് കണ്ടുപിടിക്കണം. ആറിന് ഇനി അഡ്ജസ്റ്റ്മെന്റ്സ് ഒന്നുമില്ല. അപ്പം ആറിന്റെ അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ബാലൻസ് ചെയ്യുക. അപ്പം 25,000 പ്ലസ് 20,660 4560 ആണ് ആറിന്റെ ഡെബിറ്റ് സൈഡ്, മൈനസ് 19,000 and 5,000. 19,000 5,000 എന്താ? ജനറൽ റിസർവും ക്യാപിറ്റൽ റിസർവും ആറിന് കൊടുക്കാനുള്ളതായിരുന്നു. അത് നമ്മൾ കുറച്ചു. And see, total loss of R is equal to 4560. 4560 എന്ന് പറഞ്ഞാൽ ആറിന്റെ ഡെബിറ്റ് ബാലൻസ് പ്ലസ് റിയലൈസേഷൻ ലോസ് മൈനസ് 90,000 മൈനസ് 5,000. 90,000 ക്യാപിറ്റൽ റിസർവ്, ജനറൽ റിസർവ് ആൻഡ് ക്യാപിറ്റൽ റിസർവ് കുറച്ചിട്ട് ആറിന് ഇൻകർ ചെയ്യുന്ന ലോസ് എന്ന് പറഞ്ഞാൽ 21,060 ആണ്. എന്ന് വെച്ചാൽ 21,060 ആണ് ആറിന്റെ ലോസ്. ആറിന്റെ ലോസ് എങ്ങനെയാണെന്ന് മനസ്സിലായാലോ? റിയലൈസേഷൻ ലോസ് പ്ലസ് ആറിന് ഡെബിറ്റ് ബാലൻസ് ആയിരുന്നു. ആ ഡെബിറ്റ് ബാലൻസ് മൈനസ് ക്യാപിറ്റൽ റിസർവ് ആൻഡ് ജനറൽ റിസർവ്. ഇനി നമുക്ക് ആറിന്റെ ലോസ് നമുക്ക് കിട്ടി. ഇനി ആ ലോസ് ക്യാപിറ്റൽ റേഷ്യോയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കണം. ആരൊക്കെ? പിയും ക്യൂവും. അതെങ്ങനെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും? അതാണ് ഇനി ഡിസ്കസ് ചെയ്യേണ്ട കാര്യം. 2 ക്യാപിറ്റൽ മെത്തേഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡും ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡും. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് എന്ന് പറയുമ്പോൾ ഒരു ക്യാപിറ്റൽ അക്കൗണ്ട് ഉണ്ടാവും, അവിടെ ക്യാപിറ്റൽ മാത്രം കാണിക്കരുത്. പിന്നെ ട്രാൻസാക്ഷൻസ് ഫുള്ള് കറണ്ട് അക്കൗണ്ടിൽ കൊടുത്തായിരിക്കും. ആ 2 ക്യാപിറ്റൽ അക്കൗണ്ട് ഉണ്ടാവും, 2 അക്കൗണ്ട്സ് ഉണ്ടാവും. ഒന്ന് ഫിക്സഡ് ക്യാപിറ്റൽ അക്കൗണ്ടും കറണ്ട് അക്കൗണ്ടും. ഫിക്സഡ് ക്യാപിറ്റലിനകത്ത് ആ ഫിക്സഡ് എമൗണ്ട് ആയിരിക്കും. കറണ്ട് അക്കൗണ്ടിലൂടെ ആയിരിക്കും ട്രാൻസാക്ഷൻസ് ഫുൾ എൻട്രി ചെയ്യുന്ന കാണിക്കുന്നത്. രണ്ടാമതെന്ന് പറയുമ്പോൾ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് ആണ്. വേർ ക്യാപിറ്റൽ ബാലൻസും അതേപോലെ തന്നെ ട്രാൻസാക്ഷൻസും എല്ലാം ആ ഒരൊറ്റ അക്കൗണ്ടിലായിരിക്കും. കറണ്ട് അക്കൗണ്ടായിട്ട് സെപ്പറേറ്റ് അക്കൗണ്ട് ഉണ്ടാവില്ല. ഫിക്സഡ് ക്യാപിറ്റൽ ആണെങ്കിൽ ആ ഫിക്സഡ് ക്യാപിറ്റൽ റേഷ്യോ തന്നെ ആയിരിക്കും നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇപ്പൊ ഫിക്സഡ് ക്യാപിറ്റലിനകത്ത് ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് പിക്കും ക്യൂനും 1 lakhും 1,50,000 ആണ്. പിന്നെ അവരുടെ കറണ്ട് അക്കൗണ്ടിൽ വേറെ ബാലൻസ് ആയിട്ട് അങ്ങനെ നമ്മൾ 2 അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആ 1 lakh 1,50,000 പേരിൽ വേറെ അഡ്ജസ്റ്റ്മെന്റ്സ് ഒന്നും നമ്മൾ കൺസിഡർ ചെയ്യില്ല. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നറിയുമോ? ആ ക്യാപിറ്റൽ റേഷ്യോ കണ്ടുപിടിക്കുമ്പോൾ അയാളുടെ ക്യാപിറ്റൽ ബാലൻസ് മാത്രമല്ല നമ്മൾ എടുക്കുക, ക്യാപിറ്റൽ ബാലൻസ് പ്ലസ് ട്രാൻസാക്ഷൻസ് അതർ ദാൻ റിയലൈസേഷൻ ലോസ് ഓർ റിയലൈസേഷൻ എഫക്ട്സ്. റിയലൈസേഷൻ ലോസിന്റെയും റിയലൈസേഷൻ എഫക്ട്സിന്റെയും ട്രാൻസാക്ഷൻസ് ഒഴിച്ച് ബാക്കി എല്ലാ ട്രാൻസാക്ഷൻസും നമ്മൾ എന്ത് ചെയ്യുന്നറിയുമോ? ക്യാപിറ്റൽ റേഷ്യോ കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യും. ഇവിടെ എന്തൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുക? മെയിൻ ആയിട്ടും വേറെ ഒന്നും ഒരിക്കലും ജനറൽ റിസർവ്, ക്യാപിറ്റൽ റിസർവ്, അങ്ങനെ പാർട്ട്നേഴ്സിന് അവകാശപ്പെട്ട റിസർവ്സ് എല്ലാം അതായിരിക്കും മെയിൻ ഐറ്റംസ്. അപ്പം ഇവിടെ ബാലൻസ് ബ്രോഡ് 1,68,000 1,08,000 പിയുടെയും ക്യൂവിന്റെയും ബാലൻസ്. ഓക്കെ, നമ്മൾ കാൽക്കുലേഷൻ ഓഫ് ക്യാപിറ്റൽ റേഷ്യോ ആണ്. അപ്പം ക്യാപിറ്റൽ ബാലൻസ് ആയ 1,68,000 1,08,000 നമ്മൾ കാണിച്ചു. പിന്നെ ജനറൽ റിസർവ് പിന്നെ ജനറൽ റിസർവ് 38,000 28,500 പിന്നെ ക്യാപിറ്റൽ റിസർവ് 10,000 7,500 പിയുടെ ക്യൂവിന്റെ. അതിന്റെ ടോട്ടൽ സം ആണ് ക്യാപിറ്റൽ റേഷ്യോ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, ക്യാപിറ്റൽ റേഷ്യോ പർപ്പസിന് വേണ്ടിയിട്ട് പിയുടെ ക്യാപിറ്റൽ ബാലൻസ് പ്ലസ് ജനറൽ റിസർവ് പ്ലസ് ക്യാപിറ്റൽ റിസർവ്, ക്യൂവിന്റെ ക്യാപിറ്റൽ ബാലൻസ് പ്ലസ് ജനറൽ റിസർവ് പ്ലസ് ക്യാപിറ്റൽ റിസർവ്. ഓക്കെ, അതെന്താ നമ്മൾ അങ്ങനെ കൺസിഡർ ചെയ്യാൻ കാരണം? ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ ആണ്. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ ആകുമ്പോൾ വി ഹാവ് ടു ടേക്ക് ഇൻ ടു ദി എഫക്ട്സ് ഓഫ്
all the transactions other than realization loss അല്ലെങ്കിൽ realization effect. Realization adjustments ഒഴിച്ച് ബാക്കി എല്ലാ transactions we have to consider. Hence, capital reserve and general reserve are not considered to be realization transactions അല്ല, നമ്മൾ capital account realizationനകത്ത് വരുന്ന effects അല്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ രണ്ട് എഫക്റ്റും നമ്മൾ ക്യാപിറ്റൽ റേഷ്യോ കണ്ടുപിടിക്കാൻ എടുക്കണം. ഏത് കേസിലാണ്? ഫ്ലക്ച്വേറ്റിംഗ് കേസിൽ. ഇൻ കേസ് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ആണെങ്കിൽ ആ ക്യാപിറ്റൽ ബാലൻസ് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുള്ളൂ. നോ അതർ അഡ്ജസ്റ്റ്മെന്റ്സ് ടേക്കൺ ഇൻ ടു അക്കൗണ്ട്സ്. ഓക്കെ, അങ്ങനെ ഇത് രണ്ടും കൂടി ടോട്ടൽ സം ചെയ്യുമ്പോൾ 144 എന്ന റേഷ്യോ നമുക്ക് കിട്ടും. അതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സിംപ്ലിഫൈ ചെയ്യാം. ഇവിടെ 3:2 എന്ന രീതി ഞാൻ സിംപ്ലിഫൈ ചെയ്തിട്ടുണ്ട്. ഡിവൈഡ് ബൈ 72. 216 divided by 72, 144 divided by 72, 3:2 എന്ന സിംപ്ലിഫൈ ഞാൻ ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് സിംപ്ലിഫൈ ചെയ്യാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ഇതിന്റെ ടോട്ടൽ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, കൺസിഡർ ചെയ്യാം. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആറിന്റെ എത്ര ശതമാനമാണ്, ആറിന്റെ എത്ര ലോസ് ആണ് പിയും എത്ര ഷെയർ ഓഫ് ലോസ് ആണ് ക്യൂവും വേറെ എന്ന് നമുക്ക് നോക്കാം. അപ്പൊ ടോട്ടൽ ലോസ് ഓഫ് ആർ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്, 21,060 ആണ്. അത് നമ്മൾ എന്ത് ചെയ്യും, 3:2 എന്ന റേഷ്യോയിൽ പിയും ക്യൂവും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തെടുക്കും. അപ്പം ബൈ പീസ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞ ആറിന്റെ ഡെഫിഷ്യൻസി, ബൈ പീസ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞ ആറിന്റെ ഡെഫിഷ്യൻസി പിയും ബൈ ക്യൂസ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞ ആറിന്റെ ഡെഫിഷ്യൻസി ക്യൂവും നമ്മൾ കാണിച്ചു. ഓക്കെ, ആറിന്റെ അക്കൗണ്ടില് 6 കാശ് കൊണ്ടുവരുന്നില്ല, പകരം പിയും ക്യൂവും അതുപോലെ തന്നെ അവര് കൊണ്ടുവരുന്നത് നമ്മളിവിടെ കാണിച്ചു. ഓക്കെ, ആസ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞ് പിയുടെയും ക്യൂവിന്റെയും അക്കൗണ്ടിൽ നമ്മൾ അത് കാണിച്ചു. എങ്ങനെയാണ് അതിന്റെ എൻട്രി വരുന്നത് കാണിച്ചു. പിന്നെ ഇനി വേറൊന്നും ചെയ്യാനില്ല. ഇനി നമുക്ക് അക്കൗണ്ട്സ് ബാലൻസിങ് ഫിഗർ കണ്ടുപിടിക്കുക. കിട്ടാനാണെങ്കിൽ കിട്ടാൻ, കൊടുക്കാനാണെങ്കിൽ കൊടുക്കാൻ. അപ്പൊ ഇവിടെ എസിന് ഓൾറെഡി ഡെബിറ്റ് ബാലൻസ് ആണ്, ലോസും ഉണ്ട്. അപ്പം എസിന്റെ അക്കൗണ്ട് സെറ്റ് ഓഫ് ചെയ്തിട്ട് 1630 എസ് കൊണ്ടുവരണം. 16,030 രൂപ, 16,030 റുപ്പീസ് എസ് കൊണ്ടുവരണം. അതേപോലെ തന്നെ പിക്കും ക്യൂവിനും ഫേം കൊടുക്കണം. അപ്പൊ 2 ക്യാഷ് എന്ന് പറഞ്ഞിട്ട് അതിന്റെ എഫക്ട് നമ്മൾ കാണിച്ചു. ഇതെങ്ങനെയാ കിട്ടുന്നതെന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നു. ഈ എൻട്രീസ് ഫുള്ള് നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ എൻട്രീസ് ഫുള്ള് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്തതുകൊണ്ടാണ് ഈ ക്ലാസ്സിൽ ഇൻ ഡീറ്റെയിൽസ് ഒന്നും കൂടെ പറയാത്തത്. ബാലൻസിങ് ഫിഗർ എന്ന് പറയുമ്പോൾ ഈ അക്കൗണ്ട്സ് ഫുള്ള് സെറ്റ് ഓഫ് ചെയ്ത് നോക്കാം. ഫുൾ അക്കൗണ്ട്സിന്റെ ഫുൾ സെറ്റ് ഓഫ് അല്ല, അക്കൗണ്ട്സ് ഫുൾ ബാലൻസ് ചെയ്ത് നോക്കാം. അപ്പൊ ബാലൻസിങ് ഫിഗർ എന്താ വരുന്നത് നോക്കാം. അപ്പൊ ബൈ ബാലൻസ് ആ വരുന്നത്, ബൈ ക്യാഷ് എന്ന് വരുന്നതെങ്കിൽ നമ്മൾ ഫേമിന് കൊടുക്കണം പാർട്ട്നേഴ്സ്. 2 ക്യാഷ് എന്ന് പറഞ്ഞെങ്കിൽ ഫേം പാർട്ട്നേഴ്സിന് കൊടുക്കണം. അപ്പൊ ഇവിടെ പിക്കും ക്യൂവിനും ആറിന്റെ ഡെഫിഷ്യൻസി പേ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഫേം കൊടുക്കാനാണുള്ളത്. അപ്പൊ ബൈ പീസ് ആൻഡ് ക്യൂസ് പേ ചെയ്തു, ഫേം പേ ചെയ്തു. ടു എസ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞ് നമുക്ക് ഫേമിന് എസ് പൈസ തരാനുണ്ടായിരുന്നു, എസ് പൈസ തന്നു. അങ്ങനെ ഫൈനലി സെയിം തിങ് ഹാപ്പൻ. കിട്ടാനെല്ലാം കിട്ടി, കൊടുക്കാനുള്ളതെല്ലാം കൊടുത്തു. ക്യാഷ് അക്കൗണ്ട് ഈസ് ടാലി, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു, റിയലൈസേഷൻ എഫക്ട്സ് എല്ലാം നമ്മൾ വരുത്തി. ദർ ഈസ് നത്തിങ്. അതാണ് ഇന്നത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നു, ഇന്നത്തെ പ്രോബ്ലം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് ഞാൻ മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. സമ്മറൈ ചെയ്തിട്ട് ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം. സമ്മറൈസ്ഡ് റിലേറ്റിംഗ് ടു ഗാർണർ വേഴ്സസ് മൊറെ അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റ്. ഒന്നുമില്ല, സോൾവെന്റ് പാർട്ട്നേഴ്സ് ഇൻസോൾവെന്റ് പാർട്ട്ണറിന്റെ ലോസ് സഹിക്കും. സോൾവെന്റ് പാർട്ട്ണർ ഹൂസ് ഹാവിംഗ് ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ അയാള് ഇൻസോൾവെന്റ് പാർട്ട്ണറിന്റെ പൈസ കൊണ്ടുവരേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ലോസ് ബെയർ ചെയ്യേണ്ട ആവശ്യമില്ല. സോൾവെന്റ് പാർട്ട്നേഴ്സ് ഹാവിംഗ് ക്രെഡിറ്റ് ബാലൻസ് ആണ് എന്ത് ചെയ്യുന്നത്, ഈ ഇൻസോൾവെന്റ് പാർട്ട്ണറിന്റെ ലോസ് ഒക്കെ സഹിക്കുന്നത്. അത് നമ്മൾ ക്യാപിറ്റൽ റേഷ്യോയിലാണ്. ക്യാപിറ്റൽ റേഷ്യോ നമുക്ക് 2 തരത്തിലുണ്ട്, 2 തരം ക്യാപിറ്റൽ ഉണ്ട്. ഫ്ലക്ച്വേറ്റിംഗ് ഉണ്ട്, ഫിക്സഡ് ഉണ്ട്. ഫിക്സഡ് ആണെങ്കിൽ ആ ഫിക്സഡ് ക്യാപിറ്റൽ ബാലൻസ് മാത്രം എടുക്കാം. ഫ്ലക്ച്വേറ്റിംഗ്, സോറി ഫ്രണ്ട്സ്, ഇൻ ബിറ്റ്വീൻ നെറ്റ്വർക്കിൽ ചെറിയൊരു ഇറർ വന്നുപോയി. ഐ എം വെരി സോറി ഫോർ ദാറ്റ്.
ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അവരുടെ പ്രോഫിറ്റും ലോസും അല്ല, ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ ആണെങ്കിൽ ക്യാപിറ്റൽ റേഷ്യോ എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ റേഷ്യോ അതർ ദാൻ റിയലൈസേഷൻ എഫക്ട്സ് വെച്ച് ബാക്കി എല്ലാ എഫക്റ്റും നമ്മൾ ക്യാപിറ്റൽ റേഷ്യോ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എടുക്കണം. നോർമലി ജനറൽ റിസർവും ക്യാപിറ്റൽ റിസർവ്സും ആയിരിക്കും, അങ്ങനത്തെ റിസർവ്സ് ഒക്കെ ആയിരിക്കും. നോർമലി റിയലൈസേഷൻ എഫക്ട്സ് ഒന്നും നമ്മൾ ക്യാപിറ്റൽ റേഷ്യോയുടെ കണ്ടുപിടിക്കാൻ വേണ്ടി എടുക്കൂല. പിന്നെ എനിക്കൊരു ഇമ്പോർട്ടന്റ് കാര്യം പറയാനുള്ളത്, ഞാൻ പ്രോബ്ലം ഡിസ്കസ് ചെയ്യുമ്പോൾ പറഞ്ഞു വിചാരിച്ചാണ് വിട്ടുപോയി. എന്താന്ന് വെച്ചാൽ നമുക്ക് ക്വസ്റ്റ്യൻ എടുക്കാം. ഇവിടെ കണ്ടോ, ആർ ബിക്കം ഇൻസോൾവെന്റ് ആൻഡ് നത്തിങ് ഹാസ് ബീൻ റിയലൈസ്ഡ് ഫ്രം ഹിസ് പ്രൈവറ്റ് അസറ്റ് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളത് ഈ ക്വസ്റ്റിനകത്ത് പറയുന്നുണ്ട് ആർ ബിക്കം ഇൻസോൾവെന്റ് നത്തിങ് ഹാസ് ബീൻ റിയലൈസ്ഡ് ഫ്രം ഹിസ് പ്രൈവറ്റ് എസ്റ്റേറ്റ് എന്ന് പറയുന്നുണ്ട്. ഇൻ കേസ്, അതുകൊണ്ടാണ് നമ്മൾ ഇത് ഈ പോയിന്റിനകത്ത് വേറെ ഒന്നും പറയാഞ്ഞത്, ഇൻസോൾവെന്റ് ട്രീറ്റ്മെന്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇൻ കേസ് റിയലൈസ് ഫ്രം ഹിസ് പ്രൈവറ്റ് അസറ്റ്, നത്തിങ്ങിന് പകരം ഒരു 5000 രൂപ അയാളുടെ പ്രൈവറ്റ് അസറ്റ് റിയലൈസ് ചെയ്തു എന്ന് വിചാരിക്കും. അങ്ങനെയാണ് നമ്മൾ എന്താണ് ട്രീറ്റ്മെന്റ് നടത്തേണ്ടത്? റിയലൈസേഷൻ അക്കൗണ്ടിൽ ഇതിന് എഫക്ട് ഉണ്ടാവില്ല. റിയലൈസേഷൻ അക്കൗണ്ടിൽ ഒരു എഫക്റ്റും ഉണ്ടാവില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിൽ കാണിച്ചിരിക്കുന്ന അസറ്റിന്റെ അഡ്ജസ്റ്റ്മെന്റ്സ് ഒന്നും അല്ല ഇവിടെ ചെയ്യുന്നത്. ആറ് പ്രൈവറ്റ് ആയിട്ട് പൈസ കൊണ്ടുവന്നു, അപ്പം പൈസ നമുക്ക് കിട്ടി. സോ നമ്മൾ വി ഹാവ് ടു ഷോ ഇറ്റ് ക്യാഷ് അക്കൗണ്ട് പ്ലസ് ആറിന്റെ ക്യാപിറ്റലിലും അങ്ങനെ ഒരു പൈസ ആറ് കൊണ്ടുപോകുന്നത് നമ്മൾ കാണിക്കും. അപ്പൊ രണ്ട് അക്കൗണ്ടിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ആ ട്രീറ്റ്മെന്റ് എടുക്കുക. അപ്പൊ ബൈ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആറിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ കാണിക്കും. ഓക്കെ, ഇവിടെ ബൈ ക്യാഷ് എന്ന് പറഞ്ഞ ആറിന്റെ ക്യാപിറ്റലിൽ 5000, ആറിന്റെ ക്യാപിറ്റൽ നമ്മൾ 5000 ഇവിടെ കാണിക്കും. ടു ആർസ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് 5000 ആറ് കൊണ്ടുവന്ന പൈസ നമ്മൾ ഇവിടെ കാണിക്കും. അയാളുടെ പ്രൈവറ്റ് എസ്റ്റേറ്റ് നമ്മൾ എന്തെങ്കിലും റിയലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഈ ക്വസ്റ്റ്യൻ അതേക്കുറിച്ച് ഒന്നും പറയാത്തത് കൊണ്ടാണ് അത് മെൻഷൻ ചെയ്യാഞ്ഞത്. അപ്പം ഇത്രയാണ് ഗവർണർ വേഴ്സസ് മൊറയിൽ എനിക്ക് പറയാനുള്ളത്. അപ്പൊ എല്ലാവർക്കും ക്ലാസ് മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്റെ കമന്റ് ബോക്സിൽ ഇടാം, അല്ലെങ്കിൽ അനൂസ് വേൾഡ് ബൈ അനുപമ ജോസഫ് എന്ന് പറഞ്ഞ എന്റെ ഒരു ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട്, അതിൽ നിങ്ങൾക്ക് വന്ന് ഡൗട്ട്സ് ചോദിക്കാവുന്നതാണ്. അപ്പൊ എല്ലാവരും സ്റ്റേ ട്യൂൺ ഫോർ മൈ നെക്സ്റ്റ് വ്ലോഗ്. താങ്ക് യു.